ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ 3 മുൻനിര നാവിക യുദ്ധക്കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം ന്യൂഡൽഹിയിലെത്തി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പെയിൻ പ്രതിരോധ മന്ത്രി മാർഗരറ്റ റോബിൾസുമായി മാഡ്രിഡിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി സഹകരണവും ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ചയായി. രാഷ്ട്രത്തിനായി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ സ്മരണയിൽ ഇന്ന് 77ാമത് കരസേനാ ദിനം. വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പാകുന്നതോടെ കേരളത്തിലെ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇന്ത്യ അയർലൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ SC ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര സന്ദർശിക്കും. മുംബൈയിൽ 3 മുൻനിര നാവിക യുദ്ധക്കപ്പലുകളായ INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ എന്നിവ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതാദ്യമായാണ് നാവികസേനയുടെ 3 കപ്പലുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യുന്നത്. നവി മുംബൈയിലെ ഖാർഖറിൽ ഇസ്കോൺ ക്ഷേത്രവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര വാണിജ്യ സഹമന്ത്രി ജിതിൻ പ്രസാദ അദ്ദേഹത്തെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് തർമൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് തർമനുമായി ചർച്ചയിൽ പങ്കെടുക്കും. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 60ാം വാർഷികാഘോഷങ്ങൾക്കും ഔദ്യോഗിക സന്ദർശനം തുടക്കം കുറിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പെയിൻ പ്രതിരോധ മന്ത്രി മാർഗരറ്റ റോബിൾസുമായി മാഡ്രിഡിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം, ആഗോള പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്പെയിൻ പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ്, കിങ് ഫിലിപ്പ് 6 എന്നിവരെയും സന്ദർശിച്ച വിദേശകാര്യമന്ത്രി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസകൾ അറിയിച്ചു. ഇന്ന് 77ാമത് കരസേനാ ദിനം. രാഷ്ട്രസേവനത്തിനിടെ ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ കർത്തവ്യബോധവും സമർപ്പണവും വരും തലമുറകൾക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായി തുടരുന്നു. രാജ്യമെമ്പാടും സുരക്ഷിത സാഹചര്യമാണുള്ളതെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. मैं उन सभी साथियों को श्रद्धांजलि अर्पित करता हूं जिन्होंने देश की रक्षा के लिए सर्वोच्च बलिदान दिया. उनकी वीरता, साहस और त्याग सभी देशवासियों के लिए प्रेरणा का स्रोत है. देश की प्रगति के लिए स्थिर और सुरक्षित वातावरण का होना आवश्यक है और इस उद्देश्य की प्राप्ति में भारतीय सेना का महत्वपूर्ण योगदान है. यह सुरक्षित वातावरण विकसित भारत के लक्ष्य को पूरा करने की दिशा में राष्ट्र के सामूहिक प्रयास को और मजबूती प्रदान कर रहा है. ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടക്കൂടിനോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നിയമങ്ങളെയും ചട്ടങ്ങളെയും വികസിക്കാൻ അനുവദിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരും വ്യവസായികളുമായുള്ള കൂടിയാലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം തുടരുന്നു. അംബോധ് ഗ്രാമത്തിന് സമീപം സബർമതി നദിയിൽ നിർമ്മിക്കുന്ന തടയണയുടെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി നിർവഹിക്കും. റഷ്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം. മലയാളിയായ ബിനിലിന്റെ മരണം സംബന്ധിച്ച് റഷ്യൻ അധികൃതരുമായും ഇന്ത്യയിലെ റഷ്യൻ എംബസി അധികൃതരുമായും മന്ത്രാലയം ചർച്ച നടത്തി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നടക്കുന്ന ഗുരു ഘാസിദാസ് കേന്ദ്ര സർവകലാശാലയുടെ 11ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പങ്കെടുക്കും. ഛത്തീസ്ഗഡ് ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും.
വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കി നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന മുനമ്പം നിവാസികളെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ISRO ചെയർമാൻ വി നാരായണന് മുൻ ചെയർമാൻ എസ് സോമനാഥ് ചുമതല കൈമാറി. ഇന്നലെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ISRO ചെയർമാൻ വി നാരായണന് ഊഷ്മള സ്വീകരണം നൽകി. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ UAE സാമ്പത്തികകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൌഖ് അൽ മാരി പങ്കെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. ഇന്നലെ ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ചതായി UAE മന്ത്രി അറിയിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാമതാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. Recognize an Indian initiative as a novel innovation in public administration, that is from Kerala, Year of Enterprises. The annual conference, which is being held on March 20th and 29th at Washington DC, 152 countries are participating in that event. Kerala has been invited to present the Year of Enterprises as a novel innovation in public administration. ശബരിമലയിൽ മകരവിളക്ക് ദർശന സുകൃതം നേടി തീർത്ഥാടക ലക്ഷങ്ങൾ. 18 മലകളിലുമായി 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇന്നലെ എത്തിച്ചേർന്നത്. പുല്ലുമേട്ടിൽ മാത്രം 7245 ഭക്തർ എത്തിയിരുന്നു. മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ച് ഈ മാസം 20-ന് നടയടയ്ക്കും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള പുരോഗമിക്കുന്നു. ഇന്നലെ മകരസംക്രാന്തി അമൃത് സ്നാനത്തോടനുബന്ധിച്ച് ത്രിവേണി സംഗമത്തിൽ 3.5 കോടിയിലേറെ ഭക്തരും തീർത്ഥാടകരും പുണ്യസ്നാനം നടത്തി. മഹാകുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകർക്കുള്ള ബഹുഭാഷാ സേവനങ്ങൾക്കായി ഭാഷാ വിവർത്തന സംവിധാനമായ ഭാഷിണിയുടെ സേവനം സജ്ജമാക്കിയിട്ടുണ്ട്. 11 ഭാഷകളിലാണ് ഭാഷിണിയുടെ സേവനം ലഭ്യമാകുന്നത്. വനിതാ ക്രിക്കറ്റിൽ 3 മത്സരങ്ങളുള്ള ഇന്ത്യ അയർലൻഡ് ഏകദിന പരമ്പരയുടെ അവസാന മത്സരം ഇന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടക്കും. രാവിലെ 11 മണിക്കാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ FC ചെന്നൈയിൻ FCയെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30-നാണ് മത്സരം. 15 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി മുഹമ്മദൻ FC 12-ാം സ്ഥാനത്തും 16 പോയിന്റുമായി ചെന്നൈയിൻ FC 10-ാം സ്ഥാനത്തുമാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 16 സ്ഥാനാർത്ഥികളുടെ 3-ാം പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. ഗാന്ധിനഗറിൽ നിന്ന് കമൽ അറോറ, മുൻകയിൽ നിന്ന് ധരംപാൽ ലക്ഡ, RK പുരത്ത് നിന്ന് വിശേഷ് ടോക്കസ്, ഓഖ്ലയിൽ നിന്ന് ആരിബ ഖാൻ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ട നേതാക്കൾ. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യത. ഇന്ന് മാന്നാർ ഉൾക്കടലിലും കന്യാകുമാരി മേഖലയിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് കാട്ടുതീ ഇനിയും വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിശമന സേന അംഗങ്ങൾ പ്രവർത്തനം ശക്തമാക്കി. 25,000 കോടി US$ നാശനഷ്ടമാണ് ഇതുവരെ ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു. കാട്ടുതീയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് പ്രധാന ഹോളിവുഡ് സ്റ്റുഡിയോകൾ വൻതുക ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ അനധികൃത സ്വർണ്ണഖനിയിൽ അകപ്പെട്ട് 100ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇവരെ രക്ഷിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. വെള്ളിയാഴ്ച മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ 36 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായും 82 പേരെ രക്ഷപ്പെടുത്തിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ കൽക്കരി മേഖല നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലും സ്ഥിരമായ കൽക്കരി വിതരണം ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും കേന്ദ്ര കൽക്കരി മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ 3 മുൻനിര നാവിക യുദ്ധക്കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം ന്യൂഡൽഹിയിലെത്തി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സ്പെയിൻ പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റോബിൾസുമായി മാഡ്രിഡിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി സഹകരണവും ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ചയായി. രാഷ്ട്രത്തിനായി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ സ്മരണയിൽ ഇന്ന് 77ാമത് കരസേനാ ദിനം.
വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതോടെ കേരളത്തിലെ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇന്ത്യ അയർലൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ SC ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.